അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കരട് വിജ്ഞാപനം ഇന്നലെയാണ് പുറത്തിറക്കിയത്. അതേ ദിവസം തന്നെ അഹമ്മദാബാദിൽ മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദി വേൾഡ് എന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും ഭാരതത്തിൽ നിർമ്മിക്കുന്ന മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ മാരുതി വിറ്റാര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്തെ ഭാരതത്തിന്റെ കുതിച്ചുചാട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. ഇനി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഭാരതത്തിൽ നിർമ്മിച്ചത് എന്ന ലേബൽ പതിക്കും. 100-ലധികം രാജ്യങ്ങളിലേക്കാണ് ഈ കാർ ഭാരതം കയറ്റുമതി ചെയ്യുക. ഭാരതവും അമേരിക്കയും വലിയ തോതിൽ വ്യാപാര ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളാണ്. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിന്റെ അന്യായമായ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതാണ് ഭാരതത്തിനെതിരെ അധിക തീരുവ ചുമത്താൻ കാരണമായി ട്രംപ് ഭരണകൂടം പറയുന്നതെങ്കിലും അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഭാരത വിപണി നിർബോധം തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തെ അംഗീകരിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങൾ ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. ഭാരതത്തിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാനെതിരായ നടപടികൾ മയപ്പെടുത്തണമെന്ന ആവശ്യം മോദി സർക്കാർ തള്ളിയതും ട്രംപിന്റെ ഭരണകൂടത്തെ ഭാരതത്തിനെതിരാക്കുകയുണ്ടായി. ഇക്കാര്യത്തിലും ഒരു വിദേശ ശക്തിയുടെയും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങില്ല എന്നതാണ് മോദി സർക്കാരിന്റെ നയം. അമേരിക്കയുടെ സഹകരണം ഇല്ലാതെ തന്നെ ഭാരതത്തിന് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ചൈനയും റഷ്യയും ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതവുമായി കൂടിയ തോതിൽ വ്യാപാര ബന്ധത്തിന് ഒരുക്കമാണ്. ചൈനയും റഷ്യയും ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അധിക തീരുവ ചുമത്തി ഭാരതത്തെ ഞെരുക്കാമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വ്യാമോഹം മാത്രമാണ്. ഇതിനു മുൻപും അവർ ഇതിന് ശ്രമിച്ചു പരാജയപ്പെടുകയായിരുന്നു. അമേരിക്കയും ഭാരതവും തമ്മിലുള്ള പ്രശ്നം എത്രയും വേഗം പറഞ്ഞു തീർക്കണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹാലിയുടെ പ്രസ്താവന അമേരിക്കൻ ജനതയിൽ ആശങ്കയോടെയാണ് പ്രതിഫലിക്കുന്നത്. അധിക തീരുവയുടെ കരട് വിജ്ഞാപനം വരുന്നതിന് മുൻപും ഒരാഴ്ചക്കിടെ 4 തവണ പ്രസിഡന്റ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 4 തവണയും പ്രധാനമന്ത്രി മോദി കോൾ നിരസിക്കുകയായിരുന്നു. വ്യാപാര കാര്യത്തിൽ പ്രതികാര നടപടിയെടുത്ത് ഭാരതത്തെ ഒറ്റപ്പെടുത്താമെന്ന് വിചാരിച്ച അമേരിക്കയാണ് ഒറ്റപ്പെടാൻ പോകുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ വിവേകരഹിതമായ നടപടിയായാണ് പല രാജ്യങ്ങളും അധിക തീരുവയെ കാണുന്നത്. അമേരിക്കയുടെ ഈ നടപടി സ്വാതന്ത്ര്യ വ്യാപാരത്തിന് തടസ്സമാണെന്ന് ജർമ്മനി വ്യക്തമാക്കിയിരിക്കുന്നു. ഭാരതവുമായി വ്യാപാര ബന്ധമുള്ള പല രാജ്യങ്ങളുടെയും വികാരം ഇതുതന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിപണി ഭാരതത്തിൻ്റെതാണ്. സ്വദേശി നയത്തിൽ ഊന്നുകയും മറ്റു രാജ്യങ്ങളുമായി സ്വാതന്ത്ര്യ വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭാരതത്തെയാണ് ഇനി ലോകത്തിന് കാണേണ്ടി വരിക. ട്രംപിന്റെ അഹന്തയും അജണ്ടയും ഒന്നും ഇതിനു മുൻപിൽ വില പോവില്ല.